ലെബനൻ ആസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം 6 പേരാണ് കൊല്ലപ്പെട്ടത്. ആശുപത്രിക്ക് മുകളിലും ബോംബ് വീണു. കൊല്ലപ്പെട്ടവരിൽ അമേരിക്കൻ പൗരനുമുണ്ട്. ഇതിനിടെ UN സെക്രട്ടറി ജനറലിന് ഇസ്രായേൽ വിലക്ക് ഏർപ്പെടുത്തി. അസ്വീകാര്യനായ നയതന്ത്രജ്ഞനായ ഗുട്ടറസ് രാജ്യത്ത് പ്രവേശിക്കരുത് എന്നാണ് ഇസ്രായേലിന്റെ നിർദ്ദേശം. What happened last night in Israel was not a defensive action of Iran. It was a calculated attack on a civilian population. Israel will not stand by in the face of such aggression. Israel will respond. Our response will be decisive. And yes, it will be painful. But unlike Iran, we will act in full accordance with international law. Following their heinous assault on 10 million Israeli civilians, the Islamic regime in Iran had the audacity, the chutzpah, to send a letter to the Security Council. In that letter, they patted themselves on the back, claiming they acted in accordance with international humanitarian law by targeting military sites, while suggesting that any response from Israel would be illegal. We are very disappointed from the Secretary General's approach. Let's look at the last year. After October 7th, the Secretary General put a very poor statement where he said that there is no vacuum. And some understood that he is justifying the atrocities of October 7th. After that, the UN never passed a resolution under his leadership condemning Hamas and the atrocities, not in the General Assembly, nor in the Security Council. And yesterday, when we are being attacked by a member state of the UN, 180 ballistic missiles, 10 million people running to shelters, the statement he put out basically calling for de-escalation, not mentioning Iran, not mentioning who is the aggressor, who is self-defending its people. That moral equation is detached from reality. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. കിരണ്, ഇസ്രായേലിന്റെ ആക്രമണ പദ്ധതികൾ തയ്യാറാവുകയാണ്. എന്ത് പ്രതീക്ഷിക്കണം? ഈ UN ഒക്കെ ഇടപെട്ടിട്ടും ഒരു തരത്തിലും ഇസ്രായേൽ പിന്മാറുന്നില്ല എന്നല്ലേ? അങ്ങനെ തന്നെയാണ്. പൂർണ്ണമായും ഇസ്രായേൽ ഒരു കടുത്ത ആക്രമണത്തിന് തന്നെയാണ് ഒരുങ്ങുന്നത്. അത് സംബന്ധിച്ച സൂചനകളാണ് ലഭിക്കുന്നത്. UN സെക്രട്ടറി ജനറൽ അടക്കം രാജ്യത്തെ കടക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഇസ്രായേൽ നിലപാട് കടുപ്പിക്കുകയാണ്. UNO അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളോ ഒന്നും ആ തരത്തിലേക്കുള്ള നീക്കങ്ങളിലേക്ക് വരരുത്, ഞങ്ങൾ ഈ യുദ്ധവുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് നൽകുന്നത്. അമേരിക്കയിൽ ജോ ബൈഡൻ അടക്കം ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഈ യുദ്ധം നീണ്ടുപോകുന്നതിനെ സ്വാഭാവികമായും നിലവിൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും യുദ്ധം നീണ്ടുപോകുന്നതിനെ യൂറോപ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ അമേരിക്കയോ അനുകൂലിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അങ്ങനെയല്ല, ഞങ്ങൾ ശക്തമായ തിരിച്ചടിയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു നൽകുന്നത്. ഇന്നലെ ലെബനിലെ ഹിസ്ബുള്ളയുമായി നേരിട്ട ഇസ്രായേൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. ലെബനിലെ ബോംബ് വർഷത്തിൽ 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലെബനൻ സർക്കാരിന്റെ തന്നെ ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് 12 ലക്ഷത്തോളം ആളുകൾക്കാണ് വീട് നഷ്ടപ്പെട്ട് പലായനം ചെയ്യേണ്ടി വന്നത് അല്ലെങ്കിൽ മാറി താമസിക്കേണ്ടി വന്ന അവസ്ഥയുണ്ട്. 12 ലക്ഷത്തോളം പേരുടെ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. അത്രത്തോളം വലിയ നാശനഷ്ടം അവിടെ ഉണ്ടായിരിക്കുന്നു. ലെബനിലെ ഹിസ്ബുള്ളയെ നേരിടാനായി കരമാർഗം ലെബനിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഇസ്രായേൽ സൈനികരെ 7 സൈനികരെയും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു. അവരുടെ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിനൊരു തിരിച്ചടി എന്ന നിലയിൽ കൂടിയാണ് ഇന്നലെ അവിടേക്ക് ബോംബ് വർഷം ഉണ്ടായത്. എന്തായാലും ഈ മേഖലയിലാകെ ഇറാനു നേരെയും ശക്തമായ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏത് സമയവും അത്തരം ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാനും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇറാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് നടത്തിയ ബോംബാക്രമണത്തിൽ ഏകദേശം 181 മിസൈലുകളാണ്, ബാലിസ്റ്റിക് മിസൈലുകളടക്കം 181 മിസൈലുകളാണ് വർഷിച്ചത്. അതിൽ 90% മിസൈലുകളും ലക്ഷ്യസ്ഥാനം കണ്ടുവെന്ന് ഇറാനും, എന്നാൽ 90% മിസൈലുകളും പൂർണ്ണമായും തകർത്തുവെന്ന് ഇസ്രയേലും അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും അതിൽ ആൾനാശമുണ്ടതായി ഇതുവരെ റിപ്പോർട്ടുകളില്ല. ഇതിൽ ഒരു തിരിച്ചടി നൽകുമെന്ന് തന്നെ കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞിരുന്നു. ഇറാന് ശക്തമായ രീതിയിലുള്ളൊരു തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടാവുമെന്ന്. ആ തിരിച്ചടി ഇന്ന് ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ജൂതന്മാരുടെ പുതുവത്സര ആഘോഷം കൂടിയായിരുന്നു. അത് പ്രമാണിച്ചാവണം തൽക്കാലത്തേക്ക് പ്രത്യാക്രമണം നീട്ടിവെച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനുശേഷം എന്തായാലും ഇന്ന് അത്തരത്തിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും പശ്ചിമ ഏഷ്യൻ രാജ്യങ്ങളാകെ അശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക്, യുദ്ധത്തിൻ്റെ സമാനമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നിലവിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും അതിനിർണായകമായ
കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ലബനൻ ആസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണമുണ്ടായി, 6 പേർ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരം. സൈനിക നേതാക്കളെ കണ്ട് നെതന്യാഹുവാണ് ഇതിന്റെ ഇറാൻ ആക്രമണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. മറ്റു വാർത്തയിലേക്ക്